അമ്മ എവിടെ? അമ്മേ. ആ, നീ എത്തിയോ? ആ, അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? വിശന്നിട്ടാണെങ്കിൽ നിലവിളിക്കണ്ട, മോളിങ്ങോട്ട് പോര്. എനിക്കൊന്നും വേണ്ട അമ്മേ, വിശപ്പില്ല. അല്ല അമ്മ, ഇവനെന്ത് പറ്റി? വാൽ എണ്ണാൻ പോയ പോലെ. അല്ലെങ്കിൽ നാട് മുഴുവൻ തെണ്ടിയാണെന്നൊക്കെ എങ്ങനെ വിശക്കാനാ അമ്മേ? എടി, നീ ഇന്ന് എവിടെയെങ്കിലും പോയായിരുന്നോ? അത് നീ ഇന്ന് ആരെങ്കിലും കൂടെ പോയായിരുന്നാന്ന്? ആ, പോയിരുന്നു. ആരുടെ കൂടെ? എന്തിന്? എന്തുവാടാ ഇവിടെ ബഹളം? അത് സ്വന്തം മോളോട് തന്നെ ചോദിക്കും. എടി എന്തുവാടി? പറഞ്ഞടി ഇങ്ങോട്ട്. ഒന്നുമില്ല അമ്മേ, ഞാൻ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കട്ട് ചെയ്തു. ഓ, അതിനാണ് ഇവനീ കാറി വിളിക്കണേ? എന്റെ അമ്മ, അതൊന്നുമല്ല കാര്യം. ഇവള് ക്ലാസ്സും കട്ട് ചെയ്ത് കണ്ട തെണ്ടി ചെറുക്കന്മാരായിട്ട് കറങ്ങി നടക്കുക. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ അവൾക്കൊന്നും പറയാനില്ല. അമ്മ, അവനങ്ങനെ കണ്ണ് തെണ്ടി ചിക്കന്മാരൊന്നുമല്ല. അവരുടെ ക്ലാസ്മേറ്റ് ആൽഫിയാണ്. എടി, അതാ 2 സെമിലും നല്ല മാർക്ക് മേടിച്ച കൊച്ചല്ലേ? അതന്നെ അമ്മ. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൂടെ പോകുന്നവരെ എന്തിനു ഇവനോട് ഒന്ന് പറയണം? ഞാനും എന്റെ ഫ്രണ്ട്സും പോകും. അത് ചോദിക്കാൻ നിനക്ക് റൈറ്റും ഇല്ല. പിന്നെ ഞാൻ അമ്മയോട് അന്നുള്ള കാര്യങ്ങൾ അന്നൊന്ന് പറയാറുണ്ട്. അല്ലാണ്ട് നിന്നെ പോലെ തോന്നുന്ന സമയത്ത് കയറി വരാ, എന്തെങ്കിലും പറഞ്ഞ റൂമിലോട്ട് പോയി കഥ കടയ്ക്കുക, ഇത്രയൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. അമ്മേ, ഞാൻ ഒരു തെറ്റ് ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കട്ടടിച്ചു. അല്ലാണ്ട് ഇവൻ പറയുന്ന പോലെ ഒന്നുമില്ല അമ്മേ. നേഹ, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ അവൻ ഇവനെ വിളിച്ച് സംസാരിക്കല്ലോ എന്ന്. കണ്ട തെണ്ടിലായിട്ട് കറങ്ങിടന്നേ പോരാ, എന്നിട്ട് നീ എന്നെയായിരിക്കുന്ന അമ്മേ. ഇവൾ അവനായിട്ട് കറങ്ങി നടക്കുന്ന സനു വിളിച്ചപ്പോഴാണ് അറിയുന്ന. കേട്ടപ്പോ തൊലി ഉരിഞ്ഞു പോയി. ഇനി എങ്ങാണ് നീ കണ്ടവന്മാരായിട്ട് കറങ്ങുന്ന ഞാൻ അറിഞ്ഞ. നിർത്തിക്കേ, കൊച്ചിന്റെ മെക്കിട്ടെങ്ങാനും കയറിയാലുണ്ടല്ലോ ആ പരിപാടി ഇവിടെ നടക്കൂല കേട്ടോ. അമ്മ, ഇവനി പറഞ്ഞ സനുണ്ടല്ലോ എപ്പോഴും വെല്ലടും സിഗരറ്റ്. അമ്മേ, പോരാത്തനോടെ കാണാം എപ്പോഴും കോളേജ് വിട്ടാലും വൈകുന്നേരം വായി നോക്കൊണ്ട് നിൽക്കുന്നത്. അത് ഓരോ ദിവസം ഓരോ പെണ്ണിന്റെ പിന്നല്ലേ. എന്റെ ഫ്രണ്ട്സിനെ പറയാനുള്ള ആവശ്യമൊന്നേ നിനക്കില്ല. നീ ആദ്യം മൂത്തരെ ബഹുമാനിക്കാൻ പഠിക്കടി. ഓ, മുതിർന്ന കോളാണെങ്കിൽ പിന്നെ എന്തിനാ ബഹുമാനം? തെറ്റാര് ചെയ്താലും തെറ്റാന്ന് പറയാൻ അവിടെ മുതിർന്നവരാണ് നോക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നിന്റെ കുടിമലിന്റെ ഒരാൾക്ക് അറിയില്ലെന്ന് നീ വിചാരിക്കണ്ട. എന്നാൽ അതിനും വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ഫ്രണ്ട്സിനെ കൂടെ ഒന്ന് ക്ലാസ് കട്ടിയത് പുറത്തു പോയി. നീ നിന്റെ ഫ്രണ്ട്സും പറയുന്ന പോലെ അതൊരു വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ ആരെ കൂടെ പോകണം, എവിടെയൊക്കെ പോകണം എന്നുള്ളത് എന്റെ മാത്രം തീരുമാനങ്ങളാണ്. അതൊന്നും നീ നോക്കി വരേണ്ട ഒരു ആവശ്യമില്ല. നീ എങ്ങാനും നീ അവൻ്റെ കൂടെ കറങ്ങാടുന്നെന്ന് ഞാൻ അറിഞ്ഞ അടിച്ചിനെ കറങ്ങിക്കാൻ പൊട്ടിക്കും. അവിടെ കാണാം, ഞാൻ ഇനിയും പോകും. നീ എന്താ ചെയ്യടാ? കാണാടി, അവിടെ കാണാം. പൊടിയാത്ത് കേറിപ്പോയി വല്ല പഠിക്കാൻ നോക്കടാ. ആ, നീയായിരുന്നു. ആ രാവിലെട്ടാ. എന്താണ് രാവിലെ തന്നെ? ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലേ? പോയില്ല, വയ്യ, ചെറിയൊരു വയറുവേന പോലെ. രാവിലത്തെ ഭക്ഷണം പോലും കഴിക്കാതെ എവിടെ പോയി തീർക്കാ? ആമേ, ഞാൻ അപ്പുറം വരെ പോയതായിരുന്നു. അപ്പ വീട്ടിൽ വെറുതെ കിടക്കല്ലേ? നേഹയുടെ കയ്യിലാണ് ഈ മൂവി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പ ഇരുന്ന് കാണാന്ന് വെച്ച്. ആയിക്കോട്ടെ. എടാ രാഹുലേ, ഭക്ഷണം എടുത്ത് വെച്ചേക്കണട്ടാ, ഒന്ന് കഴിക്കാൻ നോക്കിയേ. ആ ടേബിളിൽ വേണ്ടമ്മേ, ഞാൻ കഴിച്ചിട്ടാ വന്ന്. ആ അരുന്ന്. ചേട്ടാ ഫോണ്, ചേട്ടാ എൻ്റെ ഫോൺ തരൂ. അമ്മേ, 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 എന്തായി? എന്റെ ഫോണ്. അമ്മ, അമ്മയുടെ ഫോൺ എവിടെ? ആറങ്ങോട്ട്. എന്താടി? എടി എന്നാടി പ്രശ്നം? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ രാഹുലേട്ടൻ വന്ന് ഫോൺ തട്ടിപ്പറിച്ചു. പിന്നെ രാഹുലേട്ടന്റെ ഫോൺ എടുത്ത് നോക്കി. പിന്നെ അതെടുത്ത് പോക്കറ്റിലിട്ടിട്ട് അമ്മയുടെ ഫോൺ തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു.
ഞാനാണെങ്കിൽ കയറിയിരുന്ന അമ്മയുടെ ഫോണിന്റെ മുകളിൽ. എന്റെ ഫോണിന്റെ മേളിലോ? മേളിലല്ല, സൈഡിലായിട്ട് ഇങ്ങനെ. എന്നിട്ടോ? എന്നിട്ട് പിന്നെ അമ്മയുടെ ഫോൺ എടുത്ത് നോക്കിയിട്ട് എല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ട് ദേ ഇപ്പൊ ഇറങ്ങി പോയി. എന്റെ ദൈവമേ, ഇവനെന്നെ പ്രാന്തായോ? ആ ഈ ചെറുക്കനെ കൊണ്ട് തോറ്റല്ലോ ഞാൻ. ദേ നമ്മുടെ ഫോൺ. ഇവനെന്തിനടി എന്റെ വാട്സപ്പ്? ആ അതെ, നേഹയുടെ സ്റ്റാറ്റസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് രാഹുലിന്റെ ഫോൺ തട്ടിപ്പറിച്ചത്. നേഹയുടെ സ്റ്റാറ്റസാ കാണിച്ചേ? പിടിച്ചേ. എന്താ സംഭവം? നിക്ക്. ഇവൻ എടുക്കണില്ലല്ലോ. എന്തിനാ ടെൻഷൻ അടിക്കണേ? എന്താ സംഭവം? എന്താ എടുക്കണില്ലല്ലോ അവൻ. എന്താണ് പ്രശ്നം? എന്താ നിക്ക്. ഇതെന്താ ഇവിടെ നടക്കണേ? അമ്മേ, നേഹ ഒന്ന് വിളിക്കട്ടെ. അമ്മ എന്തെങ്കിലും ടെൻഷൻ അടിക്കുന്നേ? വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ. ഇനി ഇതിനകത്തെന്താ? അയ്യേ, ഇതാണ് ഇത്ര നേരം തപ്പിക്കൊണ്ടിരുന്നത്. ഇവിടെ എല്ലാത്തിനും ഭ്രാന്താണോ? ഇവിടെ ആയിരുന്നല്ലോ. എന്താ എടാ നീ എവിടെയാ? അമ്മേ, ഞാൻ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എന്താ? 2-3 പ്രാവശ്യം ഫോൺ എടുത്തില്ല, മനസ്സിലാക്കില്ല തിരക്കിലാണെന്ന്. നിർത്തിക്കടാ. നീ എവിടെയാണെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. നേഹ, നീ എവിടെ നോക്കൊന്നും വേണ്ട. അവളവിടെ ഇല്ലടി ചെറുക്കോ. ആ ഫോട്ടോ കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്തതാ, അല്ലാതെ ഇന്ന് എടുത്തതല്ല. ദേ, ഇനി ഇതിന്റെ പേരിലെങ്ങാനും എന്റെ കൊച്ചിനെ വിഷമിച്ചെന്ന് ഞാൻ അറിഞ്ഞാല് ചെറുക്കാ, നീ വീട്ടിലേക്ക് വാട്ടോ. നിന്നെ ഞാൻ ശരിയാക്കണ്ട്. അല്ല പിന്നെ ജിനോ, നീ ഇത് എവിടാ? ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. സോറി പിങ്കി,
ഞാൻ കുറച്ച് തിരക്കായി പോയി, സോറി. ഞാനിവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, അങ്ങോട്ടേക്ക് വരാം. അല്ലേ വേണ്ട, നീ ഇങ്ങോട്ടേക്ക് വായോ. നമ്മുടെ പാർക്കിൻ്റെ അവിടെ നിന്ന് ഒരു 2 മിനിറ്റ് നടത്താം. പിങ്കി ഇങ്ങോട്ട് വാ. ജിനു നീ കളിക്കണ്ട, ഞാനിവിടെ ഒരു 5 മിനിറ്റ് കൂടി കാണും. അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും. നിനക്ക് വരാൻ പറ്റുമെങ്കിൽ നീ വാ. എൻ്റെ പൊന്നു പിങ്കി, ഞാൻ തമാശ പറഞ്ഞല്ല. അവിടെ ആണെങ്കിൽ ഒടുക്കത്തെ ചൂടും പിന്നെ ആൾക്കാരൊന്ന് ഓട്ടോ ഒരുമാതിരി. ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ ആംബിയൻസും പിന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡും. പിങ്കി ഇങ്ങോട്ടേക്ക് വായോ. ശരി, ഞാൻ വരാം. പിന്നെ ജിനു, ഞാൻ അവിടെ വരുമ്പോൾ നീ അവിടെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, വായോ. ഓക്കെ. ഇവിടെ പോയി. ഹായ്. ഹായ്. ഇവളെന്താ ഇവിടെ? ഹായ്. ഹായ് ജിനു. എന്താ ജിനു? ആ, ഞാനിവനെ അങ്ങനെ വിളിക്കുന്നത്. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. പിന്നെ ഇവനെന്താ എന്നെ വിളിക്കാൻ അറിയോ? എന്താ ചേച്ചി? പറ ജിനു. പറയട്ടെ. പിങ്കി. എന്താ കേട്ടില്ല, ഒന്നും കൂടെ പറയോ? ഒന്ന് ഉറക്കെ പറ ജിനു. പിങ്കി. ചേട്ടാ 2 മാംഗോ ജ്യൂസ്. ഓക്കെ മാം. നേഹ, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കിക്കോ, ഞങ്ങളിതാ പതിവ്. എനിക്കൊരു സ്ട്രോബെറി മതി. ആ, സാറൊന്നും വേണ്ടേ? ഒരു കട്ടൻ ചായ കിട്ടുമോ? ഇല്ല സാർ, ഇവിടെ ചായ ഐറ്റംസ് ഒന്നുമില്ല. താങ്ക് യു. അയ്യോ, ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്നലെ രാത്രി ഞാൻ കിടക്കാൻ പോയപ്പോൾ ഒരു കോള് വന്നേ. അതും ഒരു അൺനോൺ നമ്പർ എന്ന്. ഞാൻ എടുക്കണോ വേണ്ടിയൊന്ന് ഡബിൾ മൈൻഡിലായിരുന്നു. പിന്നെ ശരി, എടുത്തേക്കാന്ന് കരുതി. ആദ്യം ആളെ പിടികിട്ടിയില്ല. പിന്നെ അവള് പറഞ്ഞപ്പോഴാണ് മനസ്സിലായി നേഹയെന്ന്. പിന്നെ ജിനു നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഇവൾ എന്നോട് പറഞ്ഞു. ഇവളെന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ജിനുനോട് ഫോട്ടോ ചോദിച്ചപ്പോൾ ജിനു കാണിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഇവള് പിന്നെ ജിനോടെ ഫോണിൽ നോക്കി എൻ്റെ നമ്പർ കണ്ടുപിടിച്ച് വിളിച്ചതാ. അപ്പൊ ഞാനാ പറഞ്ഞത് ഇവളോട്, നാളെ നമ്മൾ പുറത്തു പോകുന്നുണ്ടെന്ന്. അപ്പൊ നീയും വായോ, ചേട്ടനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ആൽഫി ചേച്ചി തന്റെ ക്ലാസ്മേറ്റ് ആണ് ആൽഫി. ഐ മീൻ മൈ ഫ്രണ്ട്. അപ്പൊ ബോയ് ഫ്രണ്ട് ആയിരിക്കും അല്ലേ? ബോയ് ഫ്രണ്ട് ആണ്, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ഇതല്ല. വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. ആൽഫി തന്റെ ചേച്ചിയാട്ടോ, സ്നേഹ. ലവറാ. ചേട്ടാ, ഇത് ആൽഫി. ആൽഫി ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, ഇത് ഞങ്ങളുടെ സ്ഥിര സ്പോട്ടാ. ഞങ്ങളിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. പിന്നെ ഇന്നിച്ചിരി വൈകി പോയി, പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് കറക്റ്റ് ടൈമിംഗ് ആണെന്ന്. ആൽഫിക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു. സ്നേഹ, നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? ഓർഡർ ചെയ്യാം. ജിനോന് കഴിക്കാൻ എന്താ വേണ്ടേ? ജിനോ, ജിനോ, ഇത് എവിടാ? കഴിക്കാൻ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, നിങ്ങൾ കഴിച്ചു. ചേട്ടാ, ഒരു ഫ്രൈഡ് റൈസ് വിത്ത് ചില്ലി ചിക്കൻ. ചേട്ടാ 3 എണ്ണം. നേഹ, നിനക്കത് പോരെ? ആ ആ ബുദ്ധിമുട്ടരുത്. സ്നേഹേ, ഇതിനൊരു ടേസ്റ്റ്